അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ദിവസമായി വീഡിയോ ഇറക്കിയിട്ട്. എന്തായിരുന്നാലും ഇന്ന് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ടുപരിചയമുള്ളൊരു വാക്കാണ് നേർച്ച എന്നുള്ളത്. നേർച്ച അത് ഇസ്ലാം പഠിപ്പിച്ചൊരു പുണ്യകർമ്മമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പല അധ്യായങ്ങളിലായി അള്ളാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് സാധാരണ ജനങ്ങളിലേക്ക് ഈ നേർച്ച എന്ന് അവർ കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് അപ്പവാണിഭ നേർച്ച, പട്ടാമ്പി നേർച്ച, കാളിയറോഡ് നേർച്ച, മനമ്പത്തെ വീട് നേർച്ച, ഇങ്ങനെ ജാറങ്ങളിൽ ആ മക്കാമുകളിലൊക്കെ നടക്കുന്ന ഉറൂസുകൾ, നേർച്ചകൾ, ഇതായിരിക്കും ഖുർആൻ പഠിപ്പിച്ചത് എന്നാണ് സാധുക്കളായ ചില ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. അത് നേർച്ച അത് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. ഈ നേർച്ചയുടെ പേരും പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ നടത്തുന്ന ഈ രൂപത്തിലുള്ള ഒരുപാട് അനാചാരങ്ങൾ. എന്നാൽ ഈ ജാറങ്ങളിലും അതേപോലെ തന്നെ മക്കാമുകളിലൊക്കെ നടത്തുന്ന ഉറൂസ്, ആ നേർച്ചയുടെ പേരും പറഞ്ഞ കാട്ടുന്ന തോന്നിവാസങ്ങൾ ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയാണോ? അത് അല്ല. പിന്നെ അതെന്ത് നേർച്ചയാണ്? ഇത് മുസ്ലിയാക്കന്മാര് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രൂപത്തിലുള്ള നേർച്ച. അവർക്കറിയാം കൃത്യമായിട്ട് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ വസ്തുത. ഇത് മുസ്ലിയാക്കന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാൽ അതൊക്കെ ആ മേഖലയൊക്കെ മാറ്റി നിർത്തിയിട്ട് ജനങ്ങളെ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, മൗലൂദ് നേർച്ചയാക്കുക, അതേപോലെ ജാറത്തിലേക്ക് പട്ട് നേർച്ചയാക്കുക, കുത്തുബിയത്ത് എല്ലാം നേർച്ചയാക്കുക, അതേപോലെയുള്ള നേർച്ചയാണ് ജനങ്ങളെ എന്ത് ചെയ്യുക മുസ്ലിയാക്കന്മാര് പഠിപ്പിക്കുന്നത്. ഇന്ന് ഇനി ഇവിടുന്നാണ് ഉറൂസിന്റെ കാലഘട്ടമാണ്. ഈ ഉറൂസിന്റെ മാസങ്ങൾ ഇനി ഇവിടുന്ന് ചന്ദനക്കുട നേർച്ചകളൊക്കെ തുടങ്ങുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചന്ദനക്കുടത്തിലും നേർച്ചകളിലൊക്കെ നടക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്, ഇന്ന് നേർച്ച എന്ന് പറഞ്ഞ് നടത്തുന്ന, ഞാൻ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇന്ന് കാണുന്ന ഈ തോന്നിവാസങ്ങൾ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. പലരും മതസൗഹാർദ്ദത്തിന്റെ പേരിലൊക്കെയാണ് നടത്തുന്നതെന്നൊക്കെ അതും കൂട്ടി പറയാണ്. ഈ മതസൗഹാർദ്ദമാണ് ആ നേർച്ചയുടെ ലക്ഷ്യം. ഈ പട്ടാമ്പി നേർച്ചയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നോട്ടീസൊക്കെ അടിക്കും മതസൗഹാർദ്ദത്തിന്റെ എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു സൗഹാർദ്ദം ഒന്നും ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ നേർച്ചയും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇതിന് വല്ല നിയന്ത്രണം ഉണ്ടോ നേർച്ചക്ക്? ഇല്ല. അതിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ച നേർച്ച എന്താണ്, അതിന്റെ വസ്തുത ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുസ്ലിയാക്കന്മാർ തന്നെയാണ്. നേർച്ചയ്ക്ക് മുമ്പുള്ള കൊടി കയറ്റം, കൊടി ഉയർത്തുക. അപ്പോൾ അൽ ഫാത്തിഹ വിളിച്ചിട്ട് കൊടി ഉയർത്തുന്ന ആരാ? മുസ്ലിയാക്കന്മാരാണ്. അപ്പോ ഈ മുസ്ലിയാക്കന്മാർ തന്നെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടവർ, അവർ നന്മയിലേക്ക് നയിക്കേണ്ട മതപണ്ഡിതന്മാരാണ്. മതപണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളും, അതായത് മതപണ്ഡിതന്മാരും പള്ളി ഭാരവാഹികളും. ഇത് രണ്ടെണ്ണം കെട്ടുകഴിഞ്ഞാലില്ലേ, ഇത് രണ്ടും ചീഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം മൊത്തം ചെയ്യും. കാരണം ഇവരാണ് ജനങ്ങളെ കൃത്യമായിട്ട് ദീൻ പഠിപ്പിക്കേണ്ടത്. പക്ഷെ അവരാണ് അൽ ഫാത്തിഹ വിളിച്ച് കൊടി ഉയർത്തുന്നത്. ഇന്ന് എല്ലാ മക്കാമുകളിലും എല്ലാ ജാറങ്ങളിലും മുഴുവൻ നടക്കുന്ന ഉറൂസുകള്, നേർച്ചകള് മുഴുവൻ കൊടി ഉയർത്തുന്നത് തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് കൊടി ഉയർത്തുക. അതന്നെ ഒരു പ്രത്യേക ചടങ്ങാണ്, കൊടി ഉയർത്തൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട്. ചില കൊടിയിലൊക്കെ നീട്ടം കണ്ടു കഴിഞ്ഞാൽ ഇല്ല, സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോവും. ആ രൂപത്തിലുള്ള നീട്ടാണ് കൊടി. എന്ത് കൊടിയാണ് കൂട്ടരെ? ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ ഈ കൊടി? അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചതാണോ ഈ നേർച്ചയ്ക്കുള്ള ഈ പരിപാടിയൊക്കെ, ഈ ആമുഖമായിട്ട് മുന്നൊരുക്കം എന്നുള്ള നിലക്കൊക്കെ നടത്തുന്നത് ഇസ്ലാം പഠിപ്പിച്ച വല്ല കാര്യമാണോ? ഒന്നുമല്ല. ഇത് ഇസ്ലാമിന്റെ മേത്ത് വരവൊക്കെ ഇവിടുത്തെ കടം മേടിക്കുക. അവരൊക്കെ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ദീൻ പഠിപ്പിക്കേണ്ടുന്ന ആ മഹല്ലിലെ ആ ഇമാമ്, ആ ഇമാമ് തന്നെ കൃത്യമായിട്ട് അതാത് മഹല്ല് ജനങ്ങളെ ഒരു ഉത്ബോധനം നടത്തി കഴിഞ്ഞാൽ, അപ്പോൾ അത് നടത്തിയാൽ എന്താ തിന്നാൻ കിട്ടൂല. ഈ നേർച്ചയുടെ പേരും പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ നല്ല തീറ്റയാണ്, പിന്നെ നല്ല വരുമാനമാണ്. പല നേർച്ചകളെയും കൊണ്ടാണ് ആ വരുമാനം കൊണ്ട് പള്ളി മുന്നോട്ട് പോകുന്നത്. അപ്പൊ മൊയിലർക്ക് മിണ്ടാൻ പറ്റുമോ? നോക്ക് നിങ്ങൾ, ഞാൻ നവാസ് മന്നാനി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഒരു മഹാന്റെ ഖബറുമായി ബന്ധപ്പെട്ട ഒരു ഉറൂസിന് കേരളത്തിലെ പ്രമുഖയായ ഒരു സിംഗർ, ഒരു പെൺകുട്ടി, അവള് വന്നിട്ട് പറയാണ്, ഇപ്പാപ്പാടെ ആണ്ടിന് എന്റെ ഗാനമേള ഉണ്ട്, ഞാൻ ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, നമുക്കവിടെ അടിച്ചങ്ങോട്ട് പൊളിക്കണം. ആലോചിച്ച് നോക്കിയേ,
ഞാൻ ചിന്തിക്കുന്ന അവിടുത്തെ കമ്മിറ്റിക്കാരെ ഒന്നും ഞാൻ കുറ്റം പറയില്ല. അവിടെ ഇമാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇയാൾ 10 വർഷം എന്തിനാ പഠിച്ചത്? അവരെ നന്നാക്കാൻ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഇരിക്കുന്ന ഇമാമിനും നട്ടല്ലില്ല എങ്കിൽ പിന്നെ എന്തിനാ സമുദായ സേവനം നടത്താൻ നടക്കുന്നത്? അതാ ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, ഗാനമേള ഇല്ലെങ്കിൽ പിന്നെ എന്താ നേർച്ച? ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. ഗാനമേള വേണം, എന്നാലല്ലേ നേർച്ച ശരിയാവുള്ളൂ. കാരണം എങ്ങനെയാണ് ഈ ഗാനമേള കയറി വന്നേ? നിങ്ങൾ ഈ നേർച്ച നടത്തുന്നത് കൊണ്ട്. ഈ നേർച്ച എന്ന് പറഞ്ഞ സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചതാണോ? അല്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? കൃത്യമായിട്ട് നേർച്ചയുടെ വിവിധ വശങ്ങൾ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്, നേർച്ച ഖുർആൻ എന്താണ് പഠിപ്പിച്ചത്, അല്ലാഹു റസൂൽ എന്താ പഠിപ്പിച്ചത്, അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ? അത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കൂലല്ലോ. അപ്പൊ ഗാനമേള നടന്നില്ലെങ്കിൽ ഇപ്പൊ നേർച്ചയല്ല. നേർച്ച എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരെ കൂടണം, അതിന് ഇങ്ങനെയുള്ള കുറെ തോന്നിവാസങ്ങളൊക്കെ കാണിക്കണം. അതിന് ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഉസ്താദ് നട്ടിലുണ്ടോന്നാ ചോദിക്കണേ. ഉസ്താദിന് നട്ടിലുണ്ട്. ആ നട്ടിൽ ഒന്നെങ്കിൽ സമസ്ത കൂടാരത്തില്, അല്ലെങ്കിലോ കാന്തപുരം വിഭാഗം സർക്കസ് കൂടാരത്തില്, അല്ലെങ്കിൽ നജീബ് മൗലവിയുടെ കൂടാരത്തില്, അല്ലെങ്കിൽ ദക്ഷിണ കൂടാരം, ഏതെങ്കിലും ഒരു കൂടാരത്തിൽ സമസ്ത പിന്നെ പണയം വെച്ച മൊയിലാരായിരിക്കും. അപ്പൊ പിന്നെ സത്യം കൃത്യമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നേർച്ച അനിവാര്യമാണ്. കാരണം ഈ മുസ്ലിയാക്കന്മാർ തന്നെയാണ് അൽഫാത്തിഹ വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഗാനമേളയല്ല, അതിന്റെ അപ്പുറം നടക്കും. അതിന് പൊച്ചുണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ കൃത്യമായിട്ട് ദീൻ പഠിപ്പിക്കേണ്ടത് ആരാണ്? ആ പള്ളിയിലെ ഇമാമ തന്നെയാണ്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ഗാനമേളയിൽ നേർച്ച മാത്രം നിരോധിച്ചാൽ മതിയോ? പോരാ. ഒരുപാട് കാര്യങ്ങൾ നിരോധിക്കുക, പിന്നെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട്, കൃത്യമായി ജനങ്ങളെ ദീൻ പഠിപ്പിക്കേണ്ടതുണ്ട്. മാല, മൗലിദ്, കുത്തുബിയത്ത്, ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ, ശിർക്ക്, ബിദ്അത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഈ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോ കൃത്യമായി ജനങ്ങളെ ദീൻ പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തിന്നാൻ പറ്റൂല. അങ്ങനെ തിന്നാൻ വേണം. അതിനു വേണ്ടിയിട്ടാണ് നേർച്ചയും പരിപാടികളൊക്കെ പിന്നെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ തോന്നുന്ന ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സത്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ മന്നാനി പറഞ്ഞത് കൃത്യമായിട്ട് ഗാനമേള മാത്രം തടഞ്ഞാൽ പോരാ, അതുപോലെ തോന്നിവാസം തടഞ്ഞാൽ മാത്രം പോരാ. അതല്ലാതെ തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത എന്തെല്ലാം അനാചാരങ്ങൾ ഓരോ മാഹിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഇമാമിങ്ങൾ പിന്നെ അത് കൃത്യമായിട്ട് ഞങ്ങളെ ഉത്ബുദ്ധരാക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിന് അവർ തയ്യാറാകാത്ത കാര്യം എന്താ? 10 കൊല്ലം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ 10 കൊല്ലം 7 കൊല്ലം 8 കൊല്ലം 6 കൊല്ലൊക്കെ പഠിച്ച പിന്നെ മുസ്ലിയാക്കന്മാരാണ് ഈ പള്ളികളിൽ നിൽക്കുന്നതൊക്കെ. എന്നിട്ട് ഈ സമൂഹത്തിൽ എന്ത് നേട്ടമുണ്ടായി? ഈ ജാറുകൾ കെട്ടിപ്പൊക്കി അള്ളാഹു അല്ലാത്തവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതേപോലെയുള്ള ഒരുപാട് മജ്‌ലിസുകളും നേർച്ചകളും ഉറൂസുകളും ഉണ്ടാക്കി എന്നല്ലാതെ എന്ത് ഗുണം സമൂഹത്തിനുണ്ടായി? അവരും പഠിച്ചത് 10 കൊല്ലല്ലേ, അല്ലെങ്കിൽ 5 കൊല്ലം, അല്ലെങ്കിൽ 6 കൊല്ലം, എത്രയാവട്ടെ. എല്ലാവരും ഇത് പഠിച്ചിറങ്ങുന്നതൊക്കെ എന്താ? ആ മഹലിൽ ഒരു മാറ്റം ഉണ്ടാവൂല. അവർക്ക് തിന്നാൻ കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. ആനയെ സംബന്ധിച്ച് പിന്നെ നേർച്ച അത് ഭംഗിയാക്കണം. ആനക്ക് പിന്നെ വലിയ ആഗ്രഹമൊന്നുമില്ല. ആനക്ക് തിന്നാൻ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ മൊയിലാർക്ക് തിന്നാൻ കിട്ടിയാൽ മതി, പൈസ ഉണ്ടാക്കിയാൽ മതി, ശമ്പളം കിട്ടിയാൽ മതി. ആ മഹലിലുള്ള ജനങ്ങളെ ഉത്ബുദ്ധരാക്കണമെന്നോ അവർക്ക് നന്മ പഠിപ്പിക്കണമെന്നോ ഇസ്ലാമിന്റെ പാന്താവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ആ ഒരു ബോധമൊന്നുമില്ല. അങ്ങനെ ഇപ്പോ ഈ ഗാനമേള നടക്കുന്ന പള്ളിയിലെ മുസ്ലിംകൾക്ക് മാത്രമേ, എല്ലാ മുസ്ലിയാക്കന്മാരുടെ കാര്യം തന്നെ ഇപ്പൊ ഈ പറഞ്ഞത്. ഈ കൂടാരങ്ങളിൽപ്പെട്ട മുസ്ലിം കുറെ മൊയിലാക്കന്മാരുണ്ട്. അവരൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം. അവരുടെ വയറ്റുപേപ്പാണ്. അവർക്ക് തിന്നാൻ കിട്ടും. അതിനു വേണ്ടി നേർച്ച, ഉറൂസ്. ഇതിപ്പോ ഒരു നേർച്ച, ഈ നേർച്ച കഴിയുമ്പോഴേക്കും സ്വലാത്ത്, പിന്നെ വാർഷികം, ഹദ്ദാദിന്റെ വാർഷികം, പിന്നെ ആ പെട്ടി, ഈ പെട്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പെട്ടികൾ പള്ളി വെച്ച്, ആ പള്ളി വെച്ച പെട്ടികളൊക്കെ എഴുതിയിട്ടുണ്ട്. മോദി ഷെയ്ഖിന്റെ നേർച്ചപ്പെട്ടി, ഹദ്ദാദിന്റെ നേർച്ചപ്പെട്ടി, സ്വലാത്ത് വാർഷികത്തിന്റെ പെട്ടി, പിന്നെ ഖിദർ നബിയുടെ പെട്ടി. ഇനി എല്ലാവരും ഒരാളും ഒഴിവാക്കിയില്ല, എല്ലാവരുടെ പേരിലും പെട്ടിയാണ്. ആ പെട്ടിക്കൊക്കെ ഒരു നേർച്ച വേണ്ടേ? നേർച്ച അതൊക്കെ പറയുമ്പോൾ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വേണ്ടേ? എന്നാലല്ലേ ഉള്ളൂ കാര്യങ്ങൾ ഭംഗിയാകുക. അപ്പൊ ജനങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. 10 വർഷം പഠിച്ചു എന്നുള്ളത് വലിയ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഒന്നും അല്ല. ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക, ഉള്ള ഇൽമു വെച്ചിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുക. അങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നാൽ ജനങ്ങളെ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ കോൽക്കളിയും ദഫുമുട്ടും അതേപോലെ തന്നെ പന്തം കൊളുത്തിയും സിനിമാറ്റിക് ഡാൻസും പിന്നെ ഗാനമേളയും ഒക്കെ ആടിപ്പാടി അങ്ങനെ മുന്നോട്ട് പോകും. ഇതാണ് അവസ്ഥ. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.